വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോൾ വീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചേറി അതിലെ വേസ്റ്റൊക്കെ കളയുന്നുണ്ട്. നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കുക. ഇതിന് ശേഷം ഇത് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും നനവ് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ നനവോട് കൂടി തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് അല്ല, വിപ്പ് ചെയ്തെടുത്താൽ മതി. മയണൈസും വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈം ഇട്ട് ക്രഷ് ചെയ്തെടുക്കരുത്. അതിൻ്റെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് വിപ്പ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എല്ലാ ഗോതമ്പും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ചേറിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ പോയി പോവും. വീഡിയോയിൽ കാണുന്ന പോലെ മുറത്തിലിട്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എക്സസ് ആയിട്ടുള്ള സ്കിന്നും കൂടി ഇതിൻ്റെ കൂടെ റിമൂവ് ആയി പോയി കിട്ടും. ഒരു 2-3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കഴുകിയെടുക്കുക. ഇനി ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. രാവിലെ ഈവനിങ്ങിനാണ് കുക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ രാവിലെ തന്നെ സോക്ക് ചെയ്യുന്നതാവും നല്ലത്. ഹോൾ വീറ്റ് ആകുമ്പോൾ കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പ്രഷർ കുക്കറിൽ ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ 2-ാം പാലൊന്നും എടുത്തിട്ടില്ല, ഒറ്റ പാലെടുത്തിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഇതുപോലെ തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി മതി. കൂടുതൽ സമയം കുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂടാറുന്നതനുസരിച്ച് തിക്കായി വരും. ഇനി ഷുഗർ ചേർക്കാം.